ഇതിൽ യഥാർത്ഥ ചോദ്യം ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ ഒരു കണക്ക് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ യെസ് യെസ് ശങ്കു, ഞാൻ ഒന്ന് അരുണിലേക്ക് പോയതിനു ശേഷം ശങ്കുലേക്ക് മടങ്ങി വന്നാൽ പോരെ? ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം ശരി 30 സെക്കൻഡ്സ് നമ്മുടെ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് 30 സെക്കൻഡ്സിൽ ശങ്കുട്ടിദാസ് വൈൻഡപ്പ് ചെയ്തോളൂ. 30 സെക്കൻഡ്സ്. യെസ്, അതായത് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഫെഡറൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതികൾ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഫെഡറലിസം എന്ന് നിങ്ങൾ അക്കാഡമിക്കലി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അമേരിക്ക പോലെ ഒരു ഫെഡറൽ രാജ്യമല്ല നമ്മൾ. അവിടെ 50 സ്റ്റേറ്റുകൾ തമ്മിൽ പരസ്പരം ഒരു രാജ്യമായി നിൽക്കാനുള്ള കരാറുണ്ടാക്കുകയാണ്, ഒരു ഫെഡറേഷനാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു സംസ്ഥാനം പോലും പരസ്പരം കരാറുണ്ടാക്കിയിട്ടില്ല. കേരളവും തമിഴ്നാടും തമ്മിലോ തമിഴ്നാടും കർണാടകവും തമ്മിലോ കരാറുണ്ടാക്കിയിട്ടില്ല. എല്ലാവരും യൂണിയനോടാണ് കരാറ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഒപ്പിട്ട് യൂണിയൻ ലയിച്ച് ചേരുകയാണ്. ഫെഡറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ദർ ഇസ് എ റൈറ്റ് ടു സെസീഡ്, പിരിഞ്ഞു പോരാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഡുവൽ സിറ്റിസൺഷിപ്പും ഇല്ല, റൈറ്റ് ടു സെസീഡും ഇല്ല. വൺസ് യു എൻ്റർ യു ആർ ഓൾവേസ് എ യൂണിറ്റ് എന്നതാണ്. അപ്പോൾ യൂണിറ്ററി മോഡൽ ഓഫ് ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സാങ്കേതികമായ പ്രശ്നമുണ്ട്. കാര്യം ഫെഡറലിസത്തിന്റെ അടിസ്ഥാനമായ സ്വഭാവം ഇതൊക്കെ അതിന്റെ ബാഹ്യമായ സ്വഭാവങ്ങളാണെങ്കിലും there is division of power. അവിടെ ഒരു ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്. ആ ഡിവിഷൻ ഓഫ് പവർ ആണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ഉള്ളത്. യൂണിറ്ററി സർക്കാരിൽ നിന്ന് ഇത് പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസുമായി പോകുന്നത് ശങ്കുട്ടിദാസ്. എങ്കിലും പറയട്ടെ, ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്ന് ഡിവിഷൻ ഓഫ് പവർ ആണ്. ആ ഡിവിഷൻ ഓഫ് പവർ അനുസരിച്ച് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫെഡറൽ സ്പിരിറ്റ് ഉണ്ട് എന്ന സുപ്രീം കോടതിയുടെ ബേസിസ് സ്ട്രക്ചർ ഡോക്ടറിന്റെ ആർഗ്യുമെന്റ് ആണ് ഇനി ഏത് ആർഗ്യുമെന്റിനും മുകളിൽ നിൽക്കുക. BSDയിൽ സുപ്രീം കോടതി നിശ്ചയിച്ചു, അതുപ്രകാരം നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സ്പിരിറ്റ് ഉണ്ട്. ദാറ്റ്സ് ആർഗ്യുമെന്റ്. ഇനി അതിനകത്ത് വേറെ ചർച്ചയില്ല. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഒരു നിമിഷം അതിന് യൂണിറ്ററി സ്വഭാവം ഉണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഫെഡറൽ സ്പിരിറ്റ് ഉണ്ട് എന്ന ബേസിസ് സ്ട്രക്ചർ ഡോക്ടറിൻ ആർഗ്യുമെന്റ് ആണ് നിലനിൽക്കുക. ഞാൻ വരാം ശങ്കുട്ടിദാസ്, ഞാൻ ഒന്ന് അരുണിലേക്ക് പോയി വരാം. അരുൺ, ഇതിൽ ഏറ്റവും യൂണിയന്റെ അധികാരത്തിലേക്ക് സംസ്ഥാനവും സംസ്ഥാനത്തിന്റെ അവിടെയാണ് ഫെഡറലിസത്തിന്റെ പ്രസക്തി. അവിടെയാണ് ഫെഡറലിസത്തിന്റെ പ്രസക്തി. യൂണിറ്ററി സർക്കാരുകളിൽ അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് പവർ ഉണ്ടാവില്ല. അവിടെയെല്ലാം കേന്ദ്രത്തിലായിരിക്കും നിക്ഷിപ്തമാവുക. നമ്മുടെ സംസ്ഥാന നിയമസഭയുടെ അധികാരത്തെ ലോക്സഭയ്ക്കും കവർന്നെടുക്കാൻ കഴിയില്ല, കൺകറന്റ് വിഷയങ്ങളിൽ അല്ലാതെ. അതാണ് അവിടെ നിൽക്കട്ടെ. ഞാൻ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ് റൂമിലേക്ക് നമുക്ക് പിന്നീട് പോകാം. നോക്കൂ, ഒരു നിമിഷം ഞാൻ അരുണിലേക്ക് പോയി വരാം. അരുൺ നോക്കൂ, ഇത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് മാത്രവുമല്ല, ഇത് സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ വികസനത്തിന്റെ കുതിപ്പിന് തന്നെ പ്രധാനപ്പെട്ടതാണ്. ദുർവ്യയം ഒഴിവാവുന്നു എന്നുള്ളതാണ്. താങ്കളുടെ കണക്കുകൾ ഖണ്ഡിക്കുകയാണ് ശങ്കുട്ടിദാസ്. മറുപടി അരുൺ. ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് ആധികാരികമായിട്ടുള്ള കണക്കാണ്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന 2014 ഗവൺമെന്റിന് ചെലവായ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള തുക 3870 കോടി. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച 2019 തെരഞ്ഞെടുപ്പ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഗവൺമെന്റിന് ചെലവായത് 8966 കോടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെലവാക്കിയ തുകയെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ഗവൺമെന്റ് എന്താ പറയുന്നത്? ഗവൺമെന്റിന്റെ സാമ്പത്തിക ചെലവ് കൂടുകയാണ് ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചെലവും സംസ്ഥാന ഗവൺമെന്റാണ് വഹിക്കുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിഹിതവുമില്ല. അത് രണ്ടും രണ്ടാണ്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇത്രയും വോട്ടിംഗ് മിഷൻ, കൂടുതലായിട്ട് മിഷൻ വേണം എന്നതിൽ ഈ BJP പ്രതിനിധിക്ക് സംശയമുണ്ടോ? ഇത്രയും ഉദ്യോഗസ്ഥന്മാർ എക്സ്ട്രാ വേണം എന്നതിൽ ഇദ്ദേഹത്തിന് സംശയമുണ്ടോ? പോളിംഗ് ബൂത്തുകൾ രാവിലെ 7 മണിക്ക് വോട്ടിംഗ് തുടങ്ങിയാൽ വൈകിട്ട് 6 മണി വരെയല്ലേ ഉള്ളൂ. ഇപ്പോഴും 6 മണിക്ക് പോളിംഗ് കഴിയാതെ 7 മണി 8 മണി വരെ ക്യൂ നിൽക്കുന്നു. നമുക്കറിയാം അതിന്റെ ഡിലേ. വോട്ടിംഗ് മെഷീനിൽ വോട്ടിൽ പ്രസ് ചെയ്താൽ ശബ്ദം കേൾക്കണം, ബീപ്പ്, വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ട്. ആ ടൈമിംഗ് കൃത്യമായിട്ട് പാലിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബൂത്തിന്റെ എണ്ണം കൂടുതൽ വേണ്ടേ? ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ വേണ്ടേ? അപ്പോൾ ഈ പറയുന്ന ചെലവുകളൊന്നും ലാഭിക്കാൻ കഴിയില്ല എന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെന്താ, ഈ തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കൂടുമ്പോഴാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളൊന്നും വരില്ല. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടും. നമുക്കറിയാം 2019 ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, അതിന്റെ റിസൾട്ട് വന്നു. 2020 ആയപ്പോഴേക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും വേഗത വന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ലക്ഷ്യപ്പെട്ട് എല്ലാ തരത്തിലും വികസനം നടന്നു. 2021 ആയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമല്ലോ, അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കണമല്ലോ, വളരെ വേഗതയിൽ അത് പൂർത്തീകരിക്കണമല്ലോ എന്ന ഒരു നിശ്ചയം ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് വരും. അല്ല 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുപ്പേ ഇല്ല എന്ന് വന്നാൽ ആദ്യത്തെ 4 കൊല്ലം
ഒരു വികസന പ്രവർത്തനങ്ങളിലും കേന്ദ്രീകരിക്കുന്ന സമീപനം ഉണ്ടാവില്ല. അവസാനത്തെ ഒരു 6 മാസം കേന്ദ്രീകരിക്കുന്ന സമയം. ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത. ആ മനോഹാരിത തകർത്ത് ഇപ്പൊ പറയുന്നു പണച്ചെലവാണ് ഒറ്റ തെരഞ്ഞെടുപ്പ്. ഭാവിയിൽ പറയും തെരഞ്ഞെടുപ്പേ വേണ്ടെന്ന് പറയും. രാജ്യസഭയുടെ പ്രശസ്തി എന്താവും? 6 വർഷമാണ് കാലാവധി. ഓരോ 2 വർഷവും 1/3 ആളുകൾ റിട്ടയർ ആകും. ഇങ്ങനെ വന്നാൽ പിന്നെ രാജ്യസഭയ്ക്ക് പ്രശസ്തിയില്ല. ഓരോ 2 വർഷം റിട്ടയർ ആകുന്ന പുതിയ ആളുകൾ വരുന്ന സാഹചര്യമില്ല. അപ്പൊ അധോസഭയായി രാജ്യസഭയെ തകർക്കുക, അങ്ങനെ നിരവധി ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത്. ഇല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കി ഈ രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ തകർത്ത്, ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം തകർത്ത്, പ്രാദേശിക പാർട്ടികളെ തകർത്ത് ഒരു 1-2 രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കേന്ദ്രീകരിക്കാനും ജനാധിപത്യമില്ലാത്ത തെരഞ്ഞെടുപ്പുകളില്ലാതെ ഏകാധിപത്യ രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ബില്ല്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ബില്ലിനെതിരെ ഉണ്ടാകും. പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായിട്ട് രാഷ്ട്രീയ തുടുപ്പുകളെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം, അതുവഴി ഏകാധിപത്യത്തിലേക്കും കേന്ദ്രീകരണത്തിലേക്കും പോകാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഡ്വക്കേറ്റ് ശങ്കുണ്ണിദാസ് മറുപടി പറയാം. ഒപ്പം ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു. നോക്കൂ, വിവിധ സംസ്ഥാനങ്ങളിൽ കൂട്ടുകക്ഷികൾ ഭരിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകക്ഷികൾ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ഒരു കക്ഷി കൂറുമാറുകയാണെങ്കിൽ ആ സർക്കാർ താഴെ വീണാൽ പുതിയ സംവിധാനം അനുസരിച്ച് അവിടെ ഈ പാറ്റേൺ പൊളിയില്ലേ? Debate with Dr. Arun Kumar.